കാരണം ഇന്ന ആള് കാരണമാണ്, ഇന്ന ആളുടെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. പറഞ്ഞോളൂ, നിങ്ങൾ വേണമെങ്കിൽ ഞാനും അയാളും വേറെ എന്തെങ്കിലും രീതിയിലാണ് മറ്റേതാണ് മറിച്ച് ഓക്കെ, ഹാപ്പി, കേൾക്കുന്നുണ്ട്, സന്തോഷമുണ്ട്. അതൊന്നും എനിക്ക് ഹാപ്പി. ഞാൻ അയാളായിട്ട് മറ്റെന്തെങ്കിലും ആണോ മറിച്ചതാണോ നിങ്ങൾ പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമല്ല, ഹാപ്പിയാണ്. പക്ഷെ നമ്മുടെ ജീവിതം തുലച്ചത് ഇന്ന ആളാണെന്ന് പറയരുത് എന്നുള്ളതാണ്. വെരി ഗുഡ് സച്ചിന, വെരി ഗുഡ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഫിറോസ് ഖാൻ, സജ്ന ഫിറോസ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഒരു ദമ്പതികളെ പറ്റി. ഇപ്പോൾ ദമ്പതികളൊന്നും അല്ല, ഇപ്പോൾ ഒരു പിരിഞ്ഞു ഡിവോഴ്സ് ആണ്. ഏതാണ്ട് 2.5 കൊല്ലമായി ഡിവോഴ്സ് ആയിട്ട്. അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 3 വന്ന കപ്പിൾസ് ആയിരുന്നു ഇവർ. ഫിറോസ് ഖാനും, നമ്മൾ പൊളി ഫിറോസ് എന്ന് വിളിക്കുന്ന ഫിറോസ് ഖാനും സജ്നയും. സജ്ന ഫിറോസ് ആയിരുന്നു, ഇപ്പോൾ സജ്ന ഫിറോസ് അല്ല, ഇപ്പോൾ സജ്ന നൂറ എന്ന് പറയുന്ന കൂട്ടാണ്. ഓക്കെ, അന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 3 സത്യം പറഞ്ഞാൽ നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയ അവരെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ കപ്പ് വരെ അടിക്കാൻ സാധ്യതയുള്ള 2 മത്സരാർത്ഥികളായിരുന്നു. ഭാര്യയും ഭർത്താവുമായിരുന്നു ഈ പറയുന്ന ഫിറോസ് ഖാനും ഈ സജ്നയും. രണ്ടുപേരുടെയും 2ാം വിവാഹമാണ് എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. അതായത് ഇവർക്ക് 2 മക്കൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് ഈ പറയുന്ന സജ്നയുടെ ആദ്യ ബന്ധത്തിലുള്ളത്, രണ്ടാമത്തത് ഈ പറയുന്ന ഫിറോസ് ഖാന്റെ. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അവര് ഭയങ്കര അടിപൊളിയായിരുന്നു. അതിനകത്ത് ഫിറോസ് ഖാന്റെ ഒക്കെ ഡയലോഗും ഫിറോസ് ഖാന്റെ ഒക്കെ ഈ പറയുന്ന സംഭാഷണമൊക്കെ വളരെ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു. ഒരുപാട് ഫാൻസ് ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് ഈ സജ്ന എന്ന് പറയുന്ന ഇക്ക എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിലേ നടക്കുകയും ഇക്ക ഇല്ലാതെ വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന ഒരു, അതായത് ഭർത്താവിനെ ഇത്രയും ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരു ഭാര്യ വേറെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ കരുതിയിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇവർ തമ്മിൽ ഒരിക്കലും അത്രയ്ക്ക് സ്നേഹത്തോടെ വളരുന്ന ജീവിക്കുന്ന 2 പേരാണ് എന്നുള്ളതാണ്. ഈ ബിഗ് ബോസിന്റെ കേസ് പറയുകയാണെങ്കിൽ ആരൊക്കെ ഭർത്താവിനെ പൊക്കി പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിനകത്ത്, അവരൊക്കെ ഇന്ന് ഡിവോഴ്സ്ഡ് ആണ് എന്നുള്ളത് ഒരുപാട് ഈ പറയുന്ന ഉദാഹരണങ്ങൾ ഉണ്ട് ബിഗ് ബോസിനകത്ത്. അതായത് ഭർത്താവിനെ അമിതമായിട്ട് സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്നവർ, മനസ്സിലായോ? എന്റെ ഇക്ക ഇല്ലാതെ, എന്റെ ചേട്ടനില്ലാതെ, ആ ചേട്ടനടുത്ത് പറയുന്നതിന് ഒരിടത്ത് പോകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന 99% പേരും ഇപ്പോൾ ഡിവോഴ്സ്ഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അവർ ഡിവോഴ്സായി. അപ്പോൾ ഡിവോഴ്സ് ആയപ്പോൾ അവർ വന്ന് പറഞ്ഞത് നമ്മൾ മ്യൂച്വലി ഡിവോഴ്സ് ആവും, നമുക്ക് അങ്ങോട്ട്, നമ്മൾ ഇപ്പോഴും ഫ്രണ്ട്സ് ആണ്, നമുക്ക് അവർക്ക് തമ്മിൽ ഒന്നുമില്ല, അവരുടെ ജീവിക്കട്ടെ, വേറെ ഒരു വിഷയമില്ല, നമ്മൾ ഇപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കും, നമ്മുടെ കുറ്റങ്ങളും കാര്യങ്ങളും. അതായത് ഈ പറയുന്ന ഫിറോസ് ഖാൻ സജ്നയെ കുറ്റം പറഞ്ഞുകൊണ്ട്, സജ്ന ഈ പറയുന്ന ഫിറോസ് ഖാനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കണ്ട് നമ്മളെല്ലാവരും അപ്രിഷിയേറ്റ് ചെയ്തു. കണ്ടോ, അവർ ഡിവോഴ്സ് ആയെങ്കിലും അവർ ഇപ്പോഴും വളരെ സൗഹൃദപരമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പം വിഷയം അതല്ല. ഈ ഒരു ഡിവോഴ്സ് ഉണ്ടാക്കാൻ തന്നെ കാരണം മറ്റൊരാളാണ് എന്നുള്ള ഒരു സാധനം. അതായത് റസൂൽ പൂക്കുറ്റി. നിങ്ങൾക്കറിയാം റസൂൽ പൂക്കുറ്റി ആരെന്നറിയാം? നമ്മുടെ കേരള മലയാളികളിൽ തന്നെ ആദ്യമായിട്ട് ഓസ്കാർ ഉണ്ടാകുന്ന എവിടെയെങ്കിലും ആരെങ്കിലും ഓസ്കാർ വാങ്ങിച്ചോ? ഓസ്കാർ വാങ്ങിച്ചത്, അവാർഡ് വാങ്ങിച്ചത് ഈ പറയുന്ന റസൂൽ പൂക്കുറ്റിയാണ്. ഈ റസൂൽ പൂക്കുറ്റിയുമായിട്ട് ഈ സജ്നയ്ക്ക് ബന്ധമുണ്ട്, ഒരു അവിഹിത ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡിവോഴ്സ് ആയത് എന്ന് പറയുന്ന കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനുശേഷം 2 ദിവസം മുമ്പ് ഈ സജ്ന തന്നെ തൻ്റെ ലൈവിൽ, താനൊരു സ്റ്റോറി ഇട്ടത് റസൂൽ പൂക്കുറ്റിയുമായിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട്, ഞാൻ ഫോട്ടോ ഇവിടെ വയ്ക്കാം, കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇട്ടുകൊണ്ട് ഒരു സ്റ്റോറി ഇട്ട്. അതൊന്നും ഇപ്പം ഇല്ല, അതൊക്കെ ഡിലീറ്റഡ് ആണ്. അതിനുശേഷം ഒരു ലൈവ് വന്നു. ആ ലൈവിനകത്ത് സജ്ന പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ 4 മാസം ഗർഭിണിയാണ്. 4 മാസമോ അങ്ങനെ എന്തോ ഗർഭിണിയാണ്, ഞാൻ ഗർഭിണിയാണ്, 4 മാസം തന്നെ ഞാൻ ഗർഭിണിയാണ്, 4 വർഷം കൊണ്ട് റിലേഷനിലാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും 2.5 കൊല്ലം മുമ്പാണ് ഈ പറയുന്ന സജ്നയും ഫിറോസും തമ്മിൽ ഡിവോഴ്സ് ആയത്. അപ്പം 4 വർഷം മുമ്പേ ഞാൻ റിലേഷനിലായിരുന്നു, ഇപ്പം ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലൈവിൽ പറയുകയുണ്ടായി. അത് പിന്നെ ലൈവ് ഡിലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു. ഇപ്പോ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഫിറോസ് ഖാൻ ഒരുപാട് പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ഈ റസൂൽ പൂക്കുറ്റിയെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടുള്ള പല പോസ്റ്റുകളും ഇടുന്നുണ്ട്. അതിലൊക്കെ എല്ലാവരും കൂടി വായിച്ചെടുക്കുമ്പോൾ ഒരു സംഭവം മനസ്സിലായി, എന്തോ ഉടായിപ്പാണ്. സജ്ന നമ്മൾ കരുതിയത് പോലെ ആളല്ല എന്നുള്ളത്. അതായത് ഫിറോസ് ഖാന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ, കസ്റ്റഡി എന്ന് പറഞ്ഞാൽ ഭാര്യയായിട്ടിരുന്നപ്പോൾ അത് വളരെ മാന്യമായിട്ട്, എനിക്ക് ചിലപ്പോൾ ഫിറോസ് ഖാൻ നമ്മളെ കാണിച്ചത് അങ്ങനെയായിരിക്കാം.
എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ. അത് അവരെ കുറ്റം പറയും. ഇപ്പൊ ഞാൻ ഒരു രീതിയിൽ ജീവിക്കുന്നു, എൻ്റെ ഭാര്യ ഇങ്ങനെ ജീവിക്കണം എന്ന് അങ്ങനെ ആഗ്രഹമുള്ളവരെ തന്നെയാണ് നമ്മൾ ഭാര്യയായിട്ട് കൊണ്ടുവന്നത്. അപ്പം അവർക്ക് ഇത്രയും ഒരു സ്വാതന്ത്ര്യം. ഇപ്പൊ എൻ്റെ മനസ്സിൽ എൻ്റെ വൈഫിനെ ഏത് രീതി നമ്മളൊക്കെ ഈ പുരോഗമനം ബാധിക്കും. പക്ഷെ എൻ്റെ വൈഫിന് ഏത് രീതിയിൽ എത്രയൊക്കെ രീതിയിൽ എക്സ്പോസ് ആവാം, അല്ലെങ്കിൽ പുരോഗമനം കൊണ്ടുവരാം, അത് തീരുമാനിക്കുന്നത് ഭർത്താവാണ്, അല്ലെങ്കിൽ ഞാനായിരിക്കും. അങ്ങനെ ഇഷ്ടമുള്ളവരായിരിക്കും ഈ പറയുന്ന കിട്ടുന്നത്. ഭാര്യമാരുടെ കൺസെന്റോട് തന്നെ, അവരുടെ സമ്മതത്തോട് കൂടി എന്നുള്ളതാണ്. അപ്പോ ഇവിടെ അതിനുശേഷം ഈ ഫിറോസ് ഖാൻ ഡിവോഴ്സ് ആയതിനു ശേഷം പിന്നെ നമ്മൾ കാണുന്ന മറ്റൊരു സജിനയാണ് കാണുന്നത്. സജിന പേര് മാറ്റുന്നു, പിന്നെ നമ്മൾ കാണാത്ത രീതിയിലുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നു, ഒരുപാട് എന്തോ BMW കാർ വരെ വാങ്ങുന്നുണ്ട്. BMW കാർ വാങ്ങിച്ചു കൊടുത്തത് തന്നെ ഇപ്പൊ പുറത്തു വരുന്നത് അത് റസൂൽ പൂക്കുറ്റിയാണ് എന്നുള്ളത്. അപ്പോ ഈ ഗർഭം എന്ന് പറഞ്ഞില്ലേ, ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ അതിന്റെ ഉത്തരവാദി ഈ പറയുന്ന റസൂൽ പൂക്കുറ്റിയാണോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് ഡിലീറ്റ് ചെയ്തു. അതുമല്ല, 4 കൊല്ലം മുമ്പ് നമ്മൾ പ്രണയത്തിലായിരുന്നു, റിലേഷനിലായിരുന്നു എന്ന് ഈ പറയുന്ന സജിന തന്നെ വന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ പറയുന്ന ഫിറോസ് ഖാനുമായിട്ട് ബന്ധത്തിലുണ്ടായിരുന്നപ്പോൾ തന്നെ തങ്ങളുമായിട്ട് റിലേഷനിലായിരുന്നു. അതായത് ഫിറോസ് ഖാനെ ചതിക്കുകയായിരുന്നു, ഒരു അവിഹിത ബന്ധമായിരുന്നു എന്നുള്ളതാണ്. ഇനി റസൂൽ പൂക്കുറ്റിയുടെ കേസ് പറഞ്ഞാൽ ഇവനൊരു ഷുഗർ ഡാഡിയാണ് എന്നാണ് അറിവ്. ഇതൊന്നുമല്ല, പല പെണ്ണുങ്ങളെയും ഇതുപോലെ മയക്കി എടുത്തുകൊണ്ട് സ്വന്തം കാര്യം സാധിക്കും, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുത്ത് സ്വന്തം സാധിക്കുക, പറഞ്ഞു വിടുക എന്നുള്ളതാണ്. BMW വരെ വാങ്ങിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ ഈസ് വെരി ഹൊറിബിൾ. അപ്പോ ഈ പറയുന്ന റസൂൽ പൂക്കുറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ഏതാണ്ട് 20-22 വയസ്സുള്ള ഒരു ആണും പെണ്ണും 2 മക്കളുണ്ട്. അവനാണ് ഈ ഒരു തരികട കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ പറയുന്ന സജിന ഫിറോസ് വന്ന് ലൈവിൽ എന്തോ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. എന്തിനാണ് ലൈവിൽ വന്ന് ഞാൻ ഗർഭിണിയാണ്, ഞാൻ 4 കൊല്ലം കൊണ്ട് ഞാൻ റിലേഷനിലാണ്, അത് അറിയാതെ വായിന്ന് വന്ന വാക്കാണ്, പിന്നെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ എന്ന് പറയാൻ കാരണം എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന റസൂൽ പൂക്കുറ്റിയുമായിട്ട് എന്തോ പറഞ്ഞ് മനസ്സിലായിക്കാണ് ഇവൻ ഉടായിപ്പാണ്, ഇവൻ എന്നെ യൂസ് ചെയ്തിട്ട് കളയുകയാണ്, തേനയെ മാങ്ങയെ ചക്കര എന്നൊക്കെ വിളിച്ച് ലാസ്റ്റ് അണ്ണാക്കി കൊടുത്തതാണ് എന്ന് മനസ്സിലായപ്പോൾ അവനെ ഒന്ന് തൊട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളെ വീഡിയോ ഇട്ടതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അവന് ഞാൻ ഇത് പറയും എന്നുള്ളത്, ഇത് കെട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവന് 10-54 വയസ്സുണ്ട്. ഈ പറയുന്ന കാണുമ്പോൾ എങ്ങനെയെങ്കിലും 10-54 വയസ്സുണ്ട്, മനസ്സിലായോ? വാർദ്ധക്യത്തിലേക്കിട്ട് പോകുന്ന ഒരുത്തൻ്റെ കൂടെയാണ് ഈ സജിന ഫിറോസ്. സജിന ഫിറോസ് ഇപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുമുണ്ട്. ആ എക്സ്പ്ലനേഷനിൽ അതൊക്കെ ഞാൻ ഇവിടെ വെക്കാം. ആ എക്സ്പ്ലനേഷനിൽ സജിന ഫിറോസ് പറയുന്നതാണ്, ഞാൻ ഈ പറയുന്ന എന്റെ ബന്ധം, അതായത് ഞാനും ഫിറോസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള കാരണം റസൂൽ പൂക്കുറ്റി അല്ല, അല്ലെങ്കിൽ അദ്ദേഹമല്ല, പക്ഷെ നമ്മൾ റിലേഷനാണോ മറ്റാണോ നിങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല. അതായത് നമ്മൾ റിലേഷനിലാണ് എന്ന് അവൾ സമ്മതിക്കുകയാണ്, സജിന സമ്മതിക്കുകയാണ്. ഞാനും റസൂൽ പൂക്കുറ്റിയുമായിട്ട് റിലേഷനിലാണ് എന്ന് സമ്മതിക്കുന്നത്. ഇങ്ങനെ സമ്മതിക്കുമ്പോൾ 4 കൊല്ലം മുമ്പ് വരെ ഞങ്ങൾ റിലേഷനിലാണ് എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ഈ പറയുന്ന ഫിറോസ് ഖാനുമായിട്ടുള്ള ഡിവോഴ്സിന് കാരണവും ഈ പറയുന്ന ഷുഗർ ഡാഡിയായ കാണുന്ന പെണ്ണുങ്ങളെയെല്ലാം വശീകരിച്ച് സ്വന്തം കാര്യം നടത്തി പോകുന്ന അവനാണ് ഇതിനെല്ലാത്തിനും കാരണമെന്നും നിങ്ങൾ പറയേണ്ടതായിട്ട് വരുമെന്നുള്ളത്. അപ്പൊ നമ്മൾ കണ്ട സജിനയല്ല, ഈ സോഷ്യൽ മീഡിയയിലെ വഴി അല്ലെങ്കിൽ റീൽസ് വഴി കാണുന്ന സജിനയല്ല, ഇത് മറ്റൊരു സജിനയാണ്. ഇതൊന്നുമല്ല, ഇതിനപ്പുറമുള്ള കഥകൾ പുറത്തു വരും എന്നാണ് പരക്കെയുള്ള പറച്ചിൽ എന്നുള്ളതാണ്. ഇനി ഇതിലോട്ട് വരാം, ആ സജിനയുടെ ഒരു റിപ്ലൈ വീഡിയോയ്ക്ക് ഇടാം. അതിനു മുമ്പ് ഫിറോസ് ഖാൻ പറഞ്ഞ മുമ്പൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു സാധനം. പിന്നെ സജിനയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവള് കുറച്ചുകൂടി ഒരു എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ആളൊരു കുട്ടിത്തുള്ള കുട്ടിയില്ല, കുറച്ചൊരു ബട്ടർഫ്ലൈയെ പോലെ അവൾക്ക് ഇങ്ങനെ പറന്ന് നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ ആ സ്പേസ് ഒരു പക്ഷെ എന്റെ കുറവായിരിക്കാം, എനിക്ക് പരിമിതി ഉണ്ടാകും, ആ സ്പേസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവൾക്ക് പറന്ന് നടക്കാനുള്ള, അവൾക്കൊരു പക്ഷേ എല്ലാ നല്ല പൂക്കള് ഈ ലോകം മൊത്തം പറക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരിക്കും. അതൊരു തെറ്റല്ല, ഒരു ബട്ടർഫ്ലൈയെ പോലെ പറന്നു നടക്കുന്നത് ഒരു പക്ഷെ തെറ്റല്ല. കേട്ടോ, അതായത് സജിനയ്ക്ക് ബട്ടർഫ്ലൈയെ പോലെ പറന്നു നടക്കണമെന്നാണ് ഫിറോസ് ഖാൻ നമുക്ക് ഇവിടെ തെറ്റു പറയാൻ പറ്റില്ല. പലവർക്കും ഇപ്പൊ ഞാനൊരു കല്യാണം കഴിച്ചു, എന്റെ ഭാര്യ ഏത് ലെവൽ വരെ ഏത് രീതി വരെ പോകണമെന്ന്
എനിക്കൊരു ആഗ്രഹം കാണും. അപ്പൊ അവൾക്ക് അതിനെയും കാട്ടി ബട്ടർഫ്ലൈ പോലെ പറന്ന് നടക്കണം എന്നൊരാഗ്രഹവും ഞാൻ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അതായത് സജിനെ ആ നിമിഷം ഒരു കുറ്റവും പറയാനാണ് ഈ പുള്ളി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഡിവോഴ്സിന് ശേഷം ബട്ടർഫ്ലൈ അല്ല വേറെ ഏതെങ്കിലും ആണോ എന്നുള്ളത് ഭയങ്കരമായിട്ട് പറക്കലാണ് എന്നുള്ളത് മനസ്സിലായി. നമുക്ക് ഇവർ പറയും, ചിലവർ കുറ്റം പറയും, കൊണ്ട് അവൻ ഭാര്യ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അവനൊരു വര ഇട്ടി ഇതിനപ്പുറം നീ പോകാൻ പാടില്ല എന്നുള്ളത്. ഇപ്പോഴത്തെ ഭാര്യ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാലോ, ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഈ അഡൾട്ട്സുള്ളി വെബ് സീരീസിലൊക്കെ സ്വന്തം ഭാര്യയെ വ്യഭിചരിച്ചുകൊണ്ട് വ്യഭിചരിക്കുന്ന വീഡിയോ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന സെക്ഷൽ ആയിട്ടുള്ള വീഡിയോ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെ പ്ലക്കണ വീഡിയോ, നമ്മൾ ഇപ്പോഴത്തെ പക്ഷെ പ്ലക്കണ വീഡിയോ വരെ എടുത്തിട്ടുകൊണ്ട് ക്യാഷ് ആക്കുന്ന ഭർത്താക്കം അവരും ഭർത്താവനാണ്. അപ്പൊ അവനും ഭർത്താവാണല്ലേ, അവൻ അവന്റെ ഭാര്യയെ ഏത് ലെവലിൽ പോകണം അത് അവന്റെ ചിന്തയാണ്. അത് മറ്റുള്ളവരുമായിട്ട് അവൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശരീര പ്രദർശനം ചെയ്ത് പിന്നീട് ക്യാഷ് ഉണ്ടാക്കുന്ന ഒരുപാടുണ്ട്. സ്വന്തം ഭാര്യ ഏത് ലെവലിൽ ഈ പറയുന്ന നമ്മുടെ ഫിറോസ് ഖാൻ നമുക്ക് കുറ്റം പറയുമല്ല, പുള്ളി അങ്ങനെ അടച്ചു പിടിച്ചു പിന്നെ അടുക്കളക്കകത്ത് കൊണ്ടിടുന്ന ഒരു വ്യക്തിയുമല്ല. ഇവിടെ അതിന്റെ സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്നുണ്ട്, സോഷ്യൽ മീഡിയ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിനപ്പുറമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചു, ഞാൻ അതിന് സമ്മതിച്ചില്ല. എനിക്കത് ഇഷ്ടം, എന്റെ കുറവായിരിക്കാം, എനിക്കത് ഇഷ്ടമല്ല, ഞാനത് തടയാച്ചു, ആൾ പറ്റില്ല, എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവള് പോയി. അപ്പൊ ഇതിന് പറഞ്ഞു വരുന്നത്, മുമ്പേ 4 കൊല്ലം മുമ്പേ ഈവന്റെ റിലേഷൻ ഇരിക്കുമ്പോൾ തന്നെ സജിനയുടെ 2ാം വിവാഹമാണ്. ഇപ്പൊ കെട്ടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന 3ാം വിവാഹമാണ്. ഇതിനകത്ത് എന്തെല്ലാം റിലേഷനുകൾ ഉണ്ട് എന്നുള്ളത് അവസാനം, എത്ര റിലേഷൻ ഉണ്ട് എന്നുള്ളത് അവസാനം മനസ്സിലാവും. അപ്പം ഈ റസൂൽ പൂക്കുറ്റിയുടെ ആയി ബന്ധപ്പെട്ട് ഈ പുള്ളി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കേൾക്കാം. അവരൊക്കെ ഇതിലും ഈ ഫയൽ നമ്മൾ കണ്ടതിലും വികൃതമായി പലരെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത് എന്തായാലും കാലം അത് തെളിയിച്ചിട്ടേ ഉള്ളൂ. അന്ന് ഈ ഇപ്പം കണ്ട ഈ ഞെട്ടലിനേക്കാളും അതീവ ഞെട്ടലായിരിക്കും നിങ്ങൾ ഇന്ന് ആരാധിക്കുന്ന പല ബിംബങ്ങളും. ഡെഫിനറ്റ്ലി ഇപ്പോൾ എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഒരു പക്ഷേ വെറും കളിയായിട്ടായിരിക്കും തോന്നുന്നു. തീർച്ചയായും. കാരണം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, നിങ്ങളിങ്ങനെ ആരാധിച്ച് വലിയ സ്ഥാനത്ത് വച്ചിരിക്കുന്ന പല ബിംബങ്ങളും. വെയിറ്റ് ആൻഡ് സീ നിങ്ങൾ ആരാധിച്ച് വെച്ചിരിക്കുന്ന പല ബിംബങ്ങളും എന്താണ് തകരാനുള്ള ചാൻസ് ഉണ്ട്. ഏറ്റവും വലിയ അവാർഡ് വാങ്ങിച്ച, അതായത് ഓസ്കാർ അവാർഡ് വാങ്ങിച്ചവൻ, അതായത് റസൂൽ പൂക്കുറ്റിയെ തന്നെയാണ് ഈ പുള്ളി പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ട് പറയുന്നത് എന്നുള്ളതാണ്. പുള്ളിക്ക് മുമ്പേ അറിയാൻ പറഞ്ഞത് എന്റെ ജീവിതം തകർത്തത് ഈ പറയുന്ന റസൂൽ പൂക്കുറ്റിയാണ് എന്നുള്ളത് ഈ പുള്ളി പറയാതെ പറയുകയാണ്. അതിനകത്ത് തന്നെ ഈ പറയുന്ന നമ്മുടെ സീക്രട്ട് ഏജന്റൊക്കെ ഒന്ന് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഐ നെയിം ഇറ്റ് ആസ് എന്തോന്നു കുട്ടി ഫയൽസ് എന്നോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട്, കുട്ടി ഫയൽസ്, എഫ്സ്റ്റീൻ ഫയൽ അല്ല, അതിനകത്ത് കുട്ടി ഫയൽസ്. അതായത് ഈ കുട്ടി റസൂൽ പൂക്കുറ്റി എന്ന് പറയുന്നത് ചെറിയ ഇരയല്ല, ചെറിയ കോഴിയല്ല, വൻ കോഴിയാണ് എന്നുള്ളതാണ്. ഒരു ഷുഗർ ഡാഡി എന്നുള്ള രീതിയിൽ എല്ലാവരെയും കൊണ്ട് നടന്ന് ഞാൻ ഇന്നടുത്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ തന്നെ ഞാൻ ഇതിലാക്കാം, തന്നെ സിനിമയിൽ അഭിനയിപ്പിക്കാം, മറ്റന്നാളെ മുറിച്ച് ഞാൻ ഓസ്കാർ വാങ്ങിച്ച തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന പെൺകുട്ടികളെ വളച്ചെടുത്തുകൊണ്ട് ഉപയോഗിക്കുക, കുറച്ച് സാധനങ്ങൾ പണമുണ്ടല്ലോ, കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചെടുക്കുക, ഉപേക്ഷിക്കുക. ഇത് അവന്റെ സ്ഥിരം പണിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതൊന്നുമല്ല, ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് മനസ്സിലായത്. അവൻ ഡിവോഴ്സ് ഒന്നും അല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 കുട്ടികളുടെ വാപ്പ കൂടിയാണ് എന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന സജിന ഈ സജിനയൊക്കെ എത്ര വിവരമുണ്ട് എന്നുള്ളതാണ്. ഈ ലൈവിൽ വന്നിട്ട് ഞാൻ 4 മാസം, പക്ഷേ ഞാൻ ഗർഭിണിയാണ്, ഞാൻ 4 കൊല്ലം കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ സജിന എന്നുള്ളതാണ്. ഇതിനു മുമ്പ് എത്ര റിലേഷൻ ഉണ്ടായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഇനിയും ഒരു അവാർഡ് ഫംഗ്ഷനിൽ ഈ പറയുന്ന റസൂൽ പൂക്കുറ്റിയെ വിളിച്ചു നിർത്തി ഫിറോസ് ഖാൻ പറഞ്ഞൊരു സീനുണ്ട്. വളരെ മോശമായിരുന്നു. വളരെ മോശം എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ചെയർമാൻ എന്നുള്ള ഒരു പൊട്ടനെ കുറിച്ച് മനസ്സിലായി. അദ്ദേഹം ഇന്ന് വരെ ഇവിടെ വന്നില്ല. അതായത് ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടക്കം മുതൽ വലിയ ഞാനൊക്കെ ഇതിപ്പോ 30ാമത്തെ കണക്കിൽ ഞാൻ 25 പ്രാവശ്യം 25 വർഷം ഇവിടെ വന്നിട്ടുള്ള ആളാണ്. നമ്മളത് അത്രയും വലിയ കാര്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്, റെപ്യൂട്ടഡ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു ചെയർമാൻ എന്ന് പറഞ്ഞ ഒരു പൊട്ടന ഏതോ ഒരു ലക്കിനങ്ങാണ്ട് ഒരു ഓസ്കാർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പൊട്ടക്കണൻ ലോട്ടറി അടിക്കുന്നുണ്ട്. അവനെ പിടിച്ച് ചെയർമാനാക്കി ഇരിക്കും. ഇവിടെ എന്നാ വന്നത്? വെറുതെ വേറെ വർക്കുകളുള്ളവർ അതിന് വിടുക. ഒരുപാട് കഴിവുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്, അവരെ പിടിച്ച് മെയിൻ സ്ഥാനങ്ങളിൽ ഇരുത്തുക. ഇത് അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്ത് ഇവിടെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് അയാൾക്ക് വേറെ വർക്കുണ്ടായിരുന്നു. ആ പൊട്ടനെ കാണാനും കൂടെ ഞാൻ വന്നത്. കണ്ടായിരുന്നു? ഞാൻ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ആ പൊട്ടനെ കാണാനും കൂടിയാണ് ഞാൻ വന്നത്. അതായത് നമ്മുടെ റസൂൽ പൂക്കുറ്റിയുടെ വിളിച്ചു നിർത്തി 2 തള്ളക്കൊക്കെ കൊടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു ചിന്ത വരാം.
നിങ്ങൾ ഡിവോഴ്സ് ആയില്ലേ, പിന്നെ എന്തിനാണ് അവരുടെ ബാക്കിൽ നടക്കുന്നത് അല്ലേ? അവരുടെ ബാക്കിൽ എന്തിനാണ് നടക്കുന്നത്? പിന്നീട് അവർക്ക് പിന്നെ കല്യാണം കഴിക്കണ്ടേ, അവർക്ക് തന്നെ കെട്ടിക്കൂടി, നിങ്ങൾ ഡിവോഴ്സ് എന്തിനാണ് അവരെ ആരും തിരക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു പരിധി വരെ ഈ പുള്ളിക്ക് ഒരു ശുദ്ധ മനസ്സാണെന്ന് തോന്നിപ്പോകും. കാരണം എൻ്റെ വൈഫാണ്, ഡിവോഴ്സ് ആവാൻ്റെ കാരണം ഇവനാണ് അല്ലേ? അതിനുശേഷം നമ്മൾ അറിയുന്നു ഡിവോഴ്സ് അവരുമായിട്ട് റിലേഷൻ ഉള്ളത് കൊണ്ട് അവൾക്ക് പോകണമെന്ന്, ഇവൻ ഇങ്ങനെ ഡിവോഴ്സ് ആയി കൊടുത്തു, ശരി ഓക്കെ നീ പൊയ്ക്കും എന്ന് പറഞ്ഞ് ഡിവോഴ്സ് കൊടുത്തു. അതിനുശേഷം അറിയുന്നു ഈ പറയുന്ന ഇവർ ആരെടുത്താണോ റിലേഷനിൽ ഉള്ളത് അവരൊരു ലോക തരികിടയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ലോക ഫ്രാഡാണ്, ഇവിടെ ഉപയോഗിക്കുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയെ ഉപയോഗിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒരു ഭർത്താവിന് ഒരു സ്നേഹമുള്ള ചെറിയ ഒരു നന്മയുള്ള ഒരു ഭർത്താവിന് ഒരു ഇത് തോന്നും, എങ്ങനെയെങ്കിലും ഇവൾ ഈ ചതിയിലേക്ക് വീണല്ലോ എന്ന് തോന്നിപ്പോ. ഇപ്പം ജെന്യൂനായിട്ട് മറ്റാരെങ്കിലും കല്യാണം കഴിച്ചു, ഇപ്പം സജന മറ്റാരെയും കല്യാണം കഴിക്കാൻ പാടില്ല, ഡിവോഴ്സ് ആയില്ല, വേറെ കല്യാണം ചെറുപ്പമാണല്ലോ, കല്യാണം കഴിക്കാൻ പാടില്ല എന്നല്ല. അപ്പം കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ ചതിക്കുഴിയിൽ പെട്ടല്ലോ നീ എന്നൊരു ചിന്ത വരുമ്പോൾ പുള്ളി പറഞ്ഞു പോകുന്നതായിരിക്കാം. അല്ലാതെ പുള്ളി ഡിവോഴ്സായി അവരെ കൊണ്ട് അവരെന്ത് ചെയ്യുന്നത് ഈ പുള്ളി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് എന്തായാലും എൻ്റെ മകന്റെ അമ്മയാണ് അല്ലേ, അല്ലെങ്കിൽ ഉമ്മയാണ്. ഈ ഉമ്മ ഈ ഒരു വിഷയം അതിൽ അവനുമായിട്ട് റിലേഷൻ ആയി എന്നുള്ള രീതിയിൽ നമ്മൾ പിരിക്കും, ആരുമായിട്ടായിക്കോട്ടെ. അതിനുശേഷം അറിയുന്നു യവൻ ഇത് മാത്രമല്ല, ഉള്ള കണ്ണിൽ കാണുന്ന പെണ്ണുങ്ങളുടെ അടുത്തെല്ലാം ഇത് തന്നെയാണ്, ഇവനൊരു ഷുഗർ ഡാഡിയാണ്, ആരെ കണ്ടാലും ഇത് തന്നെയാണ്. 19 വയസ്സുള്ള പുള്ളിക്ക് ഇത് തന്നെയാണ് പണി എന്നറിയുമ്പോൾ ഒരു വലിയൊരു ചതിയിലേക്കല്ലേ വീഴുന്നത്. നീ എന്റെ ബന്ധം ഉപേക്ഷിച്ചത്, എന്നെ വേണ്ടാന്ന് വെച്ചത് ഈ ചതിയിന് വേണ്ടിയിട്ടില്ല, ഇവൻ ഇന്നതാണ് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവില്ല, ഒരു ദേഷ്യം, അതായിരിക്കും ഈ പുള്ളി പറയുന്നത് എന്നുള്ളത്. ഇനി സജന ഫിറോസ് തന്ന എക്സ്പ്ലനേഷൻ. ഹലോ, ഇന്നത്തെ വൈറൽ ഞാനാണ്, ഞാൻ മാത്രമല്ല, ഞാൻ കാരണം കുറേ പേരുണ്ട്. അപ്പം അത് കുറേ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറേ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം അതിനൊരു മറുപടി ഞാനല്ലാതെ പിന്നെ വേറെ ആര് തരാണ്. അപ്പം അതിനൊരു മറുപടിയായിട്ട് ഞാൻ വരിക. നമ്മളൊരു ലൈഫിൽ നമ്മളൊരു മീഡിയയിൽ വന്ന് നമ്മൾ രണ്ടുപേരും പറഞ്ഞു, ഞാനും ഫിറോസ് കടയും കാര്യമാണ് പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച്. ഞങ്ങൾ പോലും ചിന്തിക്കാത്ത ലെവലിലാണ് ഇപ്പം ഒരു ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഫോട്ടോ ഇട്ടത് അത് ഭയങ്കര വൈറലായി. അതിനകത്ത് എൻ്റെയും ഫിറോസിക്കാടെയും ജീവിതം തകർക്കാൻ കാരണം ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട്, എന്ത് മോശമാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. എനിക്കും ഫിറോസിക്കാക്കും ഇല്ലാത്ത ദുഃഖങ്ങളാണല്ലോ ഈ ലോകത്ത് പറയുന്നത്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ പല വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ലൈഫിലോട്ട് മൂന്നാമതൊരാൾ വന്നിട്ടല്ല ഇഷ്യൂസ് ഉണ്ടായെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പല പേഴ്സണൽ കാര്യങ്ങൾ കാണും, അത് നമ്മൾ മ്യൂച്വലായിട്ട് എടുത്ത് ഞങ്ങൾ പിരിഞ്ഞ ആൾക്കാരാണ്. അത് ഇന്നാൾ വന്നു അല്ലെങ്കിൽ എൻ്റെ ലൈഫിലോട്ട് ഞാൻ ഇനി ഒരാൾ കല്യാണം കഴിക്കാൻ പോയാലും നാളൊരു കാലത്ത് പറയുമല്ലോ ഇന്നാളെ കാരണമാണ് ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടായെന്ന് പറയുമല്ലോ. എന്ത് മോശമാണ്. പ്ലീസ് ദയവ് ചെയ്ത് ഞാൻ പറയുക, പ്രശ്നങ്ങൾ നിങ്ങൾ ഉള്ളത് പറ, ഇല്ലാത്ത ഗോസിപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പിരിയാൻ കാരണം ഇന്ന ആള് കാരണമാണ്, ഇന്ന ആളുടെ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. പറഞ്ഞോളൂ, നിങ്ങൾ വേണമെങ്കിൽ ഞാനും അയാളും വേറെ എന്തെങ്കിലും രീതിയിലാണ് മറ്റേതാണ് മറിച്ച് ഓക്കെ, ഹാപ്പി, കേൾക്കുന്നുണ്ട്, സന്തോഷമുണ്ട്, അതൊന്നും എനിക്ക് ഹാപ്പി. ഞാനും അയാളായിട്ട് മറ്റെന്തെങ്കിലും ആണോ മറിച്ചതാണോ നിങ്ങൾ പറഞ്ഞാൽ എനിക്കൊരു പ്രശ്നമല്ല, ഹാപ്പിയാണ്. പക്ഷെ നമ്മുടെ ജീവിതം തുലച്ചത് ഇന്ന ആളാണെന്ന് പറയരുത് എന്നുള്ളതാണ്. വെരി ഗുഡ് സച്ചിന, വെരി ഗുഡ്, നല്ല രസമുണ്ട്. താങ്കൾ തന്നെയാണ് പറഞ്ഞത് ലൈവിൽ വന്നിട്ട് 4 കൊല്ലം കൊണ്ട് ഇവനുമായിട്ട് റിലേഷനാണ്, ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ താങ്കളല്ലേ. അപ്പൊ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ചിന്തിക്കും 2.5 കൊല്ലമായാലും താങ്കളുടെ ഡിവോഴ്സ് ആയിട്ട് ആ സാധനം ഇല്ലാന്ന് കരുതരുത്. ആരുടെയെങ്കിലും കയ്യിൽ അതിന്റെ റെക്കോർഡ് കാണും, അവസാനം അത് വന്ന് വെളുപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് അതെടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാറി വെളുക്കുമെന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോ താങ്കൾ 4 കൊല്ലം മുമ്പേ ഈ പറയുന്ന റസൂൽ പൂക്കുറ്റിയുമായിട്ട് റിലേഷൻ ഇവിടെ റസൂൽ പൂക്കുറ്റി ഇവിടെ വെളുപ്പിക്കുക. നിങ്ങൾ എന്തോളം അത് ഞാൻ അവനായിട്ട് റിലേഷൻ ആണെന്നോ മറ്റോ എന്തോ ഹാപ്പി അങ്ങനെ പറഞ്ഞാൽ ഞാൻ വെരി ഹാപ്പി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പെൺകുട്ടി പറയൂടെ ഞാനും ഈ പറയുന്ന 56 വയസ്സുള്ള ഒരു കളവനുമായിട്ട് റിലേഷനിലാണ്, അവൻ 2 മക്കളുണ്ട്, അവനൊക്കെ എന്റെ റിലേഷനാണ്, അതൊക്കെ നിങ്ങൾ പറഞ്ഞോ, അതെനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാനും ഫിറോസ് ഖാനുമായിട്ട് ഡിവോഴ്സ് ആയതിന് കാരണം ഇതാണെന്ന് മാത്രം പറയരുത്. വെരി ഗുഡ്, വെരി നൈസ് ഓഫ് യു സജന.
ഇഷ്യൂസ് ഇല്ല. ഇപ്പൊ ഞാനും അയാളുമായിട്ട് സ്നേഹത്തിലാണെന്നോ അല്ലെങ്കിൽ ഞാനും അയാൾ കല്യാണം കഴിക്കാൻ പോകുന്നെന്നോ ഞാനും അങ്ങനെ പലതും വന്നു, അതെന്തോ ആയിക്കോട്ടെ, അതെനിക്കൊരു ഇഷ്യൂസേ അല്ല ഇനി ആരുമായിട്ടായാലും. പക്ഷേ ആ പുള്ളി കാരണമാണ് ഞങ്ങൾ പിരിയാൻ എന്ന് പറയുന്നത് അത് വളരെ മോശമാണ്. കാരണം അത് കുറെ ഉണ്ട് കേട്ടോ. ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. നിങ്ങൾ ഞാനുമായിട്ട് പ്രണയമാണെന്ന്, ഞാൻ അവളായിട്ട് അഭിഹിതമാണെന്ന് എന്തോ പറഞ്ഞു, പക്ഷെ പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഫിറോസ് ഖാനുമായിട്ട് പിരിയാൻ കാരണം ഇതാണ് എന്ന് പറയരുത്. ഇതാണ് എന്ന് പറഞ്ഞ് താങ്കൾ തന്നെയാണ് ലൈവിൽ വന്ന് 4 കൊല്ലം കൊണ്ട് ഞാൻ റിലേഷനാണ്, ഞാൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് താങ്കൾ തന്നെയാണ്. അതിനർത്ഥം താങ്കൾ ചതിക്കുകയായിരുന്നു. താങ്കൾ ഈ പറയുന്ന ഫിറോസ് ഖാനെ കൂടെ നടന്ന് ചതിക്കുകയായിരുന്നു. താങ്കൾക്ക് ഈ പറയുന്ന ഇല്ലാതെ ഏതോ ഒത്തിന്റെ കേസില്ല, അവനുമായിട്ട് അഭിഹിതമാണ് എന്നുള്ളതായിരുന്നു, അഭിഹിത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. താങ്കൾ എന്തുകൊണ്ടാണ് വന്നിരുന്നത് ഈ പറയുന്ന ഗർഭിണിയാണെന്ന് ഏതെങ്കിലും പെൺകുട്ടി എന്ന് പറയില്ല. താൻ ഗർഭിണിയാണെന്ന് ഈ പറയുന്ന ഇതിൽ വന്ന് പറയുകയും 4 വർഷത്തെ റിലേഷൻ ആയിരുന്നു എന്ന് പറയുമ്പോൾ ഓർത്തില്ലല്ലേ? അപ്പൊ ഓർത്തില്ല, എന്തോ ഒരു ദേശം എനിക്കൊന്നും ഈ പറയുന്ന കാമുകനായിട്ട് എന്തോ അടിച്ച് പിരിഞ്ഞ് ഇല്ല, അവന് വേറെ ഏതെങ്കിലും റിലേഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഏയ് എന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞു മാമൻ നീ പാടി അവിടെ തന്നെ നീ കുറെ എണ്ണത്തിനുള്ളതിൽ ഒരേ ഒരുത്തിയാണ് നീ, അതായത് എനിക്ക് കുറെ റിലേഷൻ ഒരുത്തിയാണ് നീ, നിനക്ക് കിട്ടാനുള്ള BMW ഒക്കെ കിട്ടിയില്ലേ, അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞപ്പോ എവിടേക്ക് കയറി കൊണ്ടു. ആഹാ ഞാൻ ഞാൻ സോഷ്യൽ മീഡിയ താരമാണ്, ഞാനിപ്പോ അലക്കുന്നു പറഞ്ഞ ഇവിടെ നേരെ ലൈവിൽ വന്ന് പറഞ്ഞപ്പോൾ 11 വിളിച്ചിട്ട് ചക്കരെ ഞാനപ്പോ ദേഷ്യത്തിൽ പറഞ്ഞേന്, നീ ഒന്നും കാര്യമായിട്ട് എടുക്കരുത് എന്ന് പറഞ്ഞപ്പോ ഇവിടെ നീണ്ടും റാന്നു, അതിനൊക്കെ ഡിലീറ്റ് ചെയ്തു. ഇപ്പോ റസൂൽ പൂക്കുറ്റിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ അവരുടെ റിലേഷനൊക്കെ സത്യം പറഞ്ഞാൽ എന്താണ് സമ്മതിക്കുകയാണ് ഇവിടെ ഞാനും ഈ പറയുന്ന റസൂൽ പൂക്കുറ്റിയുമായിട്ട് റിലേഷൻ ഉണ്ട് എന്നുള്ളത് സമ്മതിക്കുകയാണ്. വെരി ഗുഡ്. അവരുടെ കുടുംബം തൊലച്ച് അവര് ഡിവോഴ്സ് ആയില്ല എന്നുള്ളതാണ്. 2 മക്കളുണ്ട്, 10-22 വയസ്സുള്ള 2 മക്കളുണ്ട്. യവൻ ഓടി കിടന്ന് പെണ്ണുങ്ങളെ പീഡിപ്പിക്കുകയാണ് യവന്റെ പണി. യവൻ ഇതൊന്നുമല്ല, കുറെയൊക്കെ പുറത്തു വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഈ ഫിറോസ് ഖാൻ പറഞ്ഞല്ലോ എങ്ങനെയോ ആരോ കണ്ണുകുട്ടൻ എന്തോ ഒരു അവാർഡ് കിട്ടി, സൗണ്ട് മിക്സിങ് അങ്ങനെ എന്താ പറഞ്ഞ ഒരു അവാർഡ് കിട്ടി. അതിനുശേഷം റസൂൽ പൂക്കുറ്റി വാണം വിടക്കമാണ് അവന്റെ പണി എന്നാണ് ഈ പറയുന്നത്. വാണമാണ് അവന്റെ വീക്ക്നെസ്. ഇവന്റെ പണി വാണം വിടക്കമാണ്. അതില് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സജിന കൂടിപ്പോകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്കള് ഈ പറയുന്ന ഫിറോസ് ഖാനുമായിട്ട് ഉണ്ടായിരുന്നപ്പോ ബിഗ് ബോസിലേക്ക് വന്നപ്പോ താങ്കള് നമ്മുടെ മനസ്സിൽ തന്ന ഒരു പിക്ചർ ഉണ്ട്. ആ പിക്ചറൊന്നും അല്ല, അതൊന്നും അല്ല താങ്കൾ ഇപ്പോൾ. അതൊക്കെ മുഖംമൂടികളായിരുന്നു, അതൊക്കെ ആക്ടിങ് ആയിരുന്നു എന്നുള്ളതാണ്. താങ്കൾ നമ്മൾ വിചാരിച്ചതിനും കണ്ടി വളരെ ടോട്ടലി ഡിഫറൻ്റ് ആണ് എന്നുള്ളതാണ്. ഈ പറയുന്ന മറ്റൊരു വിവാഹം കഴിക്കുന്നത് മറ്റൊരാളുമായിട്ട് റിലേഷൻ ആവുന്നത് തെറ്റെന്നല്ല. അവർക്ക് മറ്റൊരു കുടുംബം ഉണ്ടാകുമ്പോൾ അവരുടെ കുടുംബം തകർത്തുകൊണ്ടാണ് താങ്കൾ മറ്റൊരു കുടുംബം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നറിയുമ്പോൾ, ആ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താങ്കളുടെ കുടുംബം തൊലച്ചത് അല്ലെങ്കിൽ ഉപേക്ഷിച്ചത് എന്നറിയുമ്പോൾ, കെട്ടാൻ പോകുന്നവൻ ഈ പറഞ്ഞൊരു ഷുഗർ ഡാഡി എന്നാണ് അറിയുമ്പോൾ താങ്കളെ യൂസ് ചെയ്യുകയാണ് എന്നൊക്കെ അറിയുമ്പോൾ, അത് അറിഞ്ഞു വെച്ചിട്ട് കൊണ്ടുപോയി എങ്ങനെയെങ്കിലും അവനെ കിട്ടിയാൽ മതി എന്നുള്ളതൊക്കെ പറയുമ്പോൾ പറഞ്ഞു പോകുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം പോസ്റ്റ് കമന്റ് നമുക്ക് എടുക്കണം. ശരി.